الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن ما شاء الله كان بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تلبسوا الحق بالباطل وتكتموا الحق وأنتم تعلمون صدق الله المولانا العلي العظيم ബഹുമാന്യനായ അധ്യക്ഷനവറുകളെ, വേദിയിലുള്ള പ്രസ്ഥാന നേതാക്കന്മാരെ, സദസ്സിലുള്ള എൻ്റെ സഹപ്രവർത്തകരെ, മുതഅല്ലിം സുഹൃത്തുക്കളെ, മഹല്ലത്തിലെ കാരണവന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പൊരുത്തത്തിലായി ഒരുമിച്ച് കൂടൽ കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിത സംഘടനയായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അതിൻ്റെ ഘടകങ്ങളും നമ്മുടെ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അറിയാവുന്നതാണെങ്കിലും ഇടക്കിടക്ക് അതൊന്ന് പുതുക്കി കേൾപ്പിക്കുന്നത് നല്ലതാണെന്ന നിലയിൽ നമ്മുടെ പ്രവർത്തകന്മാർ പെട്ടെന്ന് സംഘടിപ്പിച്ച ഒരു പ്രസംഗമാണ്. നമ്മൾ 88-89 കാലങ്ങളിൽ കേരളത്തിലെ എല്ലാ മഹല്ലുകളിലും, പ്രത്യേകിച്ച് മലബാറിന്റെ മുഴുവൻ പ്രദേശങ്ങളിലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആശയങ്ങൾ വിശദീകരിക്കുകയും അതിന് തെളിവുകൾ, രേഖകൾ കാണിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞ വിഷയങ്ങൾ തന്നെ വീണ്ടും 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 ആവർത്തിക്കുക എന്നത് അത് ആവശ്യത്തിന് അനുസരിച്ചല്ലാതെ എപ്പോഴും അത് തന്നെയാക്കുക എന്നത് നമുക്ക് വേറെ തിരക്കുകൾ ഉണ്ടായതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്തു വരാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ വിശദീകരണത്തിനുള്ള ഒരു ബാഗ് ഉണ്ട്, അതൊന്നും ഇല്ലാതെയാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. അങ്ങനെ വരുമ്പോ തന്നെ ഇനിയും ഈ നാട്ടുകാർക്ക് അങ്ങനെ നമ്മൾ പറയുന്ന വിഷയങ്ങളുടെ തെളിവുകൾ സഹിതം അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ ആഗ്രഹമുണ്ടെങ്കിൽ ഒരു പ്രസംഗം അങ്ങനെയും വേണമെങ്കിൽ ആക്കാവുന്നതാണ്. അതല്ലെങ്കിലും സമസ്ത കേരള സുന്നി യുവജന സംഘം ഈ ഏപ്രിൽ മാസം എല്ലാ ജില്ലകളിലും സമ്മേളനം നടത്തുകയാണ്. ആ സമ്മേളനത്തിന്റെ ഭാഗമായി, ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ഓരോ യൂണിറ്റുകളിലും ആശയപ്രചരണ പ്രസംഗങ്ങൾ നടക്കാൻ പോവുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് വിശദമായി പിന്നീട് പ്രസംഗിക്കാമെന്ന് അറിയിച്ചുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചത് അള്ളാഹുവിന്റെ മതമായ ഇസ്ലാം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലത്ത് തന്നെ സഹാബത്ത് മുഖേന നമ്മുടെ കേരളത്തിൽ കിട്ടിയിട്ടുണ്ട്. ആ മതമനുസരിച്ച് ജീവിച്ചു പോരുമ്പോ ഏതാനും ഭൗതിക തൽപരർ ആ മതത്തെ വികൃതമാക്കാനുള്ള ശ്രമം നടത്തിയപ്പോ കേരളത്തിലെ സയ്യിദന്മാരും ആലിമീങ്ങളും ഭിന്നിപ്പിക്കൽ തന്ത്രങ്ങളുമായി പോകുന്നവരിൽ നിന്ന് കേരള ജനതയെ മോചിപ്പിക്കുന്നതിനും സഹാബത്തിൽ നിന്ന് ലഭിച്ച ആ ഐക്യത്തിന്റെ മാർഗത്തിൽ നമ്മെ ഒന്നിപ്പിച്ചു നിർത്തുന്നതിനും വേണ്ടിയാണ് 1925 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകൃതമായത്. ഈ സംഘടനയുടെ പ്രധാനമായ ലക്ഷ്യം അതതിന്റെ ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ പറയുന്നുണ്ട്. പരിശുദ്ധ ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വീക്ഷണത്തിൽ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്ന പ്രധാനപ്പെട്ട ലക്ഷ്യത്തിന് വേണ്ടി രൂപീകൃതമായ ഉലമാ സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ.
സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കാനുണ്ടായ സാഹചര്യം ഞാൻ സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധ മതത്തിൽ വിള്ളലുണ്ടാക്കാൻ ചിലർ ശ്രമിച്ചതാണ്. അതുകൊണ്ട് തന്നെ സമസ്ത രൂപീകൃതമായ ശേഷം സമസ്തയുടെ നേതാക്കന്മാർ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞത് സമുദായത്തിൽ വിള്ളലുണ്ടാക്കിയ ആളുകളെ ഒറ്റപ്പെടുത്തുക. വിള്ളലുണ്ടാക്കിയ ആളുകളെ ഏതെല്ലാം കോലത്തിൽ ഒറ്റപ്പെടുത്താൻ പറഞ്ഞു? അവരെ കണ്ടാൽ സലാം പറയാതിരിക്കുക, അവർ സലാം പറഞ്ഞാൽ മടക്കാതിരിക്കുക, അവരുടെ അംഗസംഖ്യ വർദ്ധിക്കരുത്. അതിനെന്ത് വേണം? അതിന് നിങ്ങൾ പെൺകുട്ടികളെ അവർക്ക് കെട്ടിച്ചു കൊടുക്കരുത്. പെൺമക്കളെ കെട്ടിച്ചു കൊടുക്കാതിരുന്നാൽ പിന്നെ അംഗസംഖ്യ കൂടൂലല്ലോ. അങ്ങനെ അവരുടെ അംഗസംഖ്യ കുറയാനും ഉള്ളവരുമായി നിസ്സഹകരിക്കാനും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേരളത്തിലെ മുസ്ലിങ്ങളെ ആഹ്വാനം ചെയ്തു. അത് അക്ഷരം പ്രതി ഈ സമുദായം സ്വീകരിച്ചതിന്റെ തെളിവാണ് 2007 പിന്നിടാൻ പോകുന്ന ഈ സമയത്ത് പോലും കേരളത്തിലെ മൊത്തം പുത്തൻ പ്രസ്ഥാനക്കാരെ ഒരു ഭാഗത്ത് നിർത്തി എണ്ണിയാൽ കേരള മുസ്ലിം സമുദായത്തിന്റെ 5% പോലും അവരെല്ലാവരും കൂടെ ആവുകയില്ല എന്ന്. ഇപ്പൊ ഈ മായനാട് ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾക്കാണ് ഇപ്പോഴും ഭൂരിപക്ഷം. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ നടത്തിവരുന്ന പ്രവർത്തനങ്ങൾക്ക് പിന്തുണ കൊടുക്കുന്നവരാണ് ഈ നാട്ടിലെ മഹാഭൂരിപക്ഷം. ഇവിടെ ബിദഅത്തിന്റെ ആളുകൾ എത്രയുണ്ട്? വിരലിൽ എണ്ണാവുന്ന ചില ആളുകളെ ഉള്ളൂ. കുറച്ച് ആളുകൾ അറിഞ്ഞോ അറിയാതെയോ അവരെ ന്യായീകരിക്കുന്നവരും അവരെ പിൻപറ്റുന്നവരും. യഥാർത്ഥത്തിൽ നിങ്ങൾ നോക്കൂ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ വിഷയത്തിൽ വിജയിച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ ലോകത്തെ മുസ്ലിങ്ങൾക്ക് മാതൃകയായി കേരളത്തിലെ മുസ്ലിങ്ങൾ നിലകൊള്ളുന്നു. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ ഇപ്പൊ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് ചർച്ചാ വിഷയമായിരിക്കുകയാണ്. ഈ ചർച്ചാ വിഷയമായ സമയത്ത് ചില സംസ്ഥാനങ്ങളിൽ മുസ്ലിം സമുദായം പാടെ അവഗണിക്കപ്പെട്ടതായി സച്ചാർ തന്റെ റിപ്പോർട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. അതിൽ പശ്ചിമ ബംഗാൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. പശ്ചിമ ബംഗാൾ മാത്രമല്ല, അവഗണിക്കപ്പെട്ട പിന്നോക്കക്കാർ ജീവിക്കുന്ന എല്ലാ സ്റ്റേറ്റിനെയും പരാമർശിച്ച കൂട്ടത്തിൽ പശ്ചിമ ബംഗാൾ 30 വർഷക്കാലമായി ഇടതുപക്ഷം ഭരിച്ചു വരുന്ന ഒരു സ്റ്റേറ്റാണ്. ആ സ്റ്റേറ്റിൽ മുസ്ലിം സമുദായത്തിന്റെ ആളുകൾ ഇപ്പോഴും വിദ്യാഭ്യാസപരമായും മറ്റും അവഗണിക്കപ്പെട്ടിരിക്കുന്നു എന്ന് സച്ചാർ കമ്മീഷൻ പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അതെടുത്ത് ചില പത്രങ്ങൾ ഇന്ന് പർവ്വതീകരിച്ച് ഇടതുപക്ഷം ഭരണം നടത്തിയാൽ ഈ രൂപത്തിലായിരിക്കും എന്ന പ്രചരണം നടത്തി വരുന്നു. ഞാൻ അത്തരം പൊളിറ്റിക്കൽ കാര്യങ്ങളിലേക്കൊന്നും ഇപ്പൊ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ നമ്മൾ അവിടെ ചിന്തിക്കേണ്ടത് പശ്ചിമ ബംഗാളിൽ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ഇന്ത്യ പാക് വിഭജനത്തിന്റെ മുറിവുകൾ കൂടുതൽ പറ്റിയ ഒരു സ്റ്റേറ്റാണ് ബംഗാൾ. ബംഗാളിന്റെ നല്ലൊരു ഭാഗം പാകിസ്ഥാനിലേക്ക് പോവുകയും പിന്നീട് അത് ബംഗ്ലാദേശിൽ ചേരുകയും ചെയ്തു. അത് കഴിഞ്ഞ് ബാക്കിയുള്ള ഭാഗമാണ് പശ്ചിമ ബംഗാളായി ഇന്ത്യയോടൊപ്പം നിൽക്കുന്നത്. ഇതിൽ മുസ്ലിങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഇന്ത്യ പാക് വിഭജനത്തിന്റെ ശേഷം അല്ലെങ്കിൽ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ അന്നു മുതൽ ഇന്ന് വരെ കേരളത്തിലേതുപോലെ മുസ്ലിങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ അവിടെ ഒരു സഭയുണ്ടായില്ല, പണ്ഡിത സംഘടന ഉണ്ടായില്ല എന്നതാണ് പശ്ചിമ ബംഗാളിലെ മുസ്ലിം പിന്നോക്കാവസ്ഥയുടെ പ്രധാന കാരണം. അത് നമ്മളങ്ങ് മറച്ചു വെക്കുകയാണ്. അത് മറച്ചു വെക്കുകയും കേരളത്തിലെ ഒരു പ്രത്യേക രാഷ്ട്രീയ കക്ഷി ഉണ്ടായതാണ് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് പുരോഗതി ഉണ്ടായത് എന്ന ഒരു പരാമർശം വ്യാപകമായി നടത്തി വരികയും ചെയ്യുന്നു. അങ്ങനെ ഒരു പ്രചരണം നടത്തുന്നത് കൊണ്ട് ആ കക്ഷിക്ക് പ്രത്യേകം ഗുണം കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ അത് തടയുന്നില്ല. പക്ഷെ ഒരു യാഥാർത്ഥ്യം, കേരളത്തിലെ മുസ്ലിങ്ങൾ സഹാബത്തിന്റെ കയ്യിൽ നിന്ന് മതം കണ്ടുപഠിച്ചവരായതുകൊണ്ട് ആശയപ്പൊരുത്തമുള്ള നേതൃത്വത്തെ കേരളത്തിലെ മുസ്ലിങ്ങൾ എക്കാലത്തും അംഗീകരിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണല്ലോ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതുപോലെ സ്വാതന്ത്ര്യ സമര ചരിത്രമുള്ള പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. എന്തുകൊണ്ട് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ മുസ്ലിം ലീഗ് കേരളത്തിൽ വേരൂന്നിയില്ല? ഞാൻ മുസ്ലിം ലീഗിനെ വിമർശിക്കുകയല്ല, മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരെ തെറ്റിദ്ധരിക്കേണ്ട. പരമാവധി നമ്മൾ സഹകരിക്കേണ്ട സമയമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പ്രസംഗിക്കരുത്. പക്ഷെ നിങ്ങൾ പഴയകാല ചരിത്രം ഓർക്കുക. മുഹമ്മദ് അലി ജിന്നയെ ഇന്ത്യയിലെ ചില ഭാഗത്തെ മുസ്ലിങ്ങൾ ഖായിദുൽ അഅ്ളം എന്നായിരുന്നു വിളിച്ചിരുന്നത്. ഖായിദുൽ അഅ്ളം. ഈ ഖായിദുൽ അഅ്ളം എന്ന വിശേഷണ പേരുള്ള മുഹമ്മദ് അലി ജിന്നയെ എന്തുകൊണ്ട് കേരളത്തിലെ മുസ്ലിങ്ങൾ അംഗീകരിച്ചില്ല? അതിന്റെ മറുപടി അദ്ദേഹം ഷിയ ആശയക്കാരനായി എന്നതാണ്. ഷിയാക്കളെ പ്രത്യേകത എന്താ? അപ്പൊ മദീനയിൽ ചെന്നാൽ കാണാം, അവിടെ വരുന്ന ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ കരയുന്നത് ഷിയാക്കളാണ്.
അവരാരെ ഓർത്തിട്ടാ കരയുന്നത്? അലി ഇബ്നു അബീ താലിബ് തങ്ങളെ ഓർത്തിട്ടാണ്. ഒരു ഷിയ ആശയക്കാരനായ അറബി എന്നെ കണ്ടപ്പോൾ പേരെന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ പേര് ഹസൻ എന്നാണ്. ഉടനെ എന്നെ പിടിച്ച് നാറ്റി. എന്താ കാരണം? ഹസൻ എന്ന പേര് കേട്ടപ്പോൾ. കാരണം അലി ഇബ്നു അബീ താലിബിന്റെ മകനല്ലേ ഹസൻ. ആ ഊറ്റം കൊണ്ടാ എന്നെ പിടിച്ച് നാറ്റുന്നത്. അതേ സമയത്ത് ഉമറാണ് പേര്, സിദ്ദീഖുൽ അക്ബറാണ് പേരെന്ന് പറഞ്ഞാലോ അവരെ മുഖം ഇരുളും. അവർക്ക് ആ പ്രവാചകന്റെ ശിഷ്യരോട് വെറുപ്പാണ്. പ്രവാചകനോട് തന്നെ ഷിയാക്കളിൽ ചില വിഭാഗത്തിന്റെ വെറുപ്പാണ്. ഷിയാക്കൾ അങ്ങനെയാണ്. ചില വിഷയങ്ങളിൽ അവർ തീവ്രത കാണിക്കുന്നു, ചില വിഷയങ്ങളിൽ അവർ മൗനം പാലിക്കുന്നു. മതപരമായ മൂല്യങ്ങൾ ഷിയാക്കളിൽപ്പെട്ട ഒരു വിഭാഗമാണ് ബോറികൾ. അവർ മദീനയിൽ പ്രത്യേകിച്ച് കാണാം, ബാങ്ക് കേട്ട് മുസ്ലിങ്ങൾ പള്ളിയിലേക്ക് പോകുമ്പോൾ അവർ നേരെ ഇങ്ങോട്ട് തിരിച്ചു വരുന്നത് കാണാം. എല്ലാത്തിനും മുസ്ലിം സമുദായത്തിന് എതിര് ദിശയിലൂടെ നീങ്ങുന്ന വിഭാഗമാണ് ഷിയാക്കൾ. നിങ്ങൾക്ക് സ്വന്തമായൊരു രാജ്യം എന്ന് കൊട്ടിഘോഷിച്ചുകൊണ്ട് അങ്ങോട്ട് പോയപ്പോൾ അവർക്ക് പള്ളി പ്രശ്നമായില്ല, മദ്രസ പ്രശ്നമായില്ല. അങ്ങനെയാ ബാബരി ദുരന്തമൊക്കെ ഉണ്ടാകാൻ കാരണമായത്. സ്വന്തം രാജ്യം കിട്ടി എന്ന ഊറ്റം കൊണ്ട് മാതൃഭൂമിയിലുള്ള പള്ളിയും മദ്രസയും വലിച്ചെറിഞ്ഞ് സ്വന്തം രാജ്യത്തേക്ക്, സമുദായത്തിന്റെ സ്വന്തം രാജ്യം എന്ന് പറഞ്ഞ പാകിസ്ഥാനിലേക്ക് പോയി. കേരളത്തിലെ ഒറ്റ മുസ്ലിങ്ങളും പോയില്ല. വടക്കേ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ പോകാതെ മാറി നിന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയക്കാർ മാത്രമാണ്. അതിന് കാരണം അഹ്മദ് റിളാ ഖാന്റെ ഫത്വയായിരുന്നു. അഹ്മദ് റിളാ ഖാൻ പറഞ്ഞു, ആരെങ്കിലും പാകിസ്ഥാനിലേക്ക് പോകുന്നെങ്കിൽ പോയിക്കോ, പക്ഷേ അത് സമുദായത്തിന്റെ പേരിൽ വേണ്ട. ഇന്ത്യ രാജ്യം 800 വർഷക്കാലം മുസ്ലിം ഭരണാധികാരികൾ ഭരിച്ച നാടാണ്. ആ നാട് കുഫറിന്റെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ ഹൈന്ദവർക്ക് തീരെഴുതി പാകിസ്ഥാനിലേക്ക് പോകരുത് എന്ന് അദ്ദേഹം ഫത്വ കൊടുത്തപ്പോഴാണ് അഹ്ലുസുന്നയുടെ ആളുകൾ ഇന്ത്യയിൽ നിന്നത്. കേരളത്തിലെ മുസ്ലിങ്ങൾ നേരത്തെ തന്നെ ജിന്നയുടെ നേതൃത്വം അംഗീകരിക്കാത്തത് കൊണ്ട് ആരും പോയതുമില്ല. പിന്നീട് ഇന്ത്യ സ്വാതന്ത്ര്യമായ ശേഷം ഇന്ത്യയിൽ ജീവിക്കുവാൻ തീരുമാനിച്ച മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്, അദ്ദേഹം തമിഴ്നാട്ടുകാരനാണ്. അദ്ദേഹം ഇന്ത്യൻ പാർലമെന്റിലും ഇന്ത്യൻ നിയമസഭകളിലും നമുക്ക് നമ്മുടെ വിഷയങ്ങൾ പറയാൻ വേണ്ടി സംഘടന വേണമെന്ന തീരുമാനത്തിലെത്തുകയും അങ്ങനെ അദ്ദേഹം പിന്നീട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടാക്കുകയും ചെയ്തു. ആ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ രൂപീകരണ കൺവെൻഷനിൽ കേരളത്തിൽ നിന്ന് പങ്കെടുത്തത് ആരാണ്? സുന്നി പണ്ഡിതന്മാർ പങ്കെടുത്തില്ല, തങ്ങന്മാർ പങ്കെടുത്തില്ല. മറിച്ച് സമുദായത്തിൽ മതപരമായി ഭിന്നിപ്പുണ്ടാക്കിയ KM മൗലവിയും KM സീരി സാഹിബിനെ പോലുള്ള ആളുകളാണ് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് വിളിച്ചു കൂട്ടിയ യോഗത്തിൽ പങ്കെടുത്തത്. ആരാണ് KM മൗലവി? ബ്രിട്ടീഷുകാർക്കെതിരെ അതിശക്തമായി മുസ്ലിങ്ങൾ സാധാത്യങ്ങളുടെ നേതൃത്വത്തിലും പണ്ഡിതന്മാരുടെ നേതൃത്വത്തിലും മുന്നോട്ട് നീങ്ങുമ്പോ ബ്രിട്ടീഷുകാർക്ക് അനുകൂല നിലപാട് സ്വീകരിച്ച് ഏറിയാട് പോയി പാർത്തവരാണ്. പേര് പോലും മാറ്റിയവർ. വഹാബികളുടെ ചരിത്രം അതിൽ പേര് മാറ്റാത്തവർ കുറവാണ്. ഇപ്പൊ അബ്ദുസ്സലാം മൗലവിന്റെ സ്ഥാപക നേതാവാണ്. അയാൾ അരീക്കൂട്ടുകാരനാണ്. അയാള് ആദ്യം അദ്ദേഹത്തിന്റെ പേര് കോമു എന്നായിരുന്നു. കോമൂന്ന് മാറ്റിയിട്ടാണ് അദ്ദേഹം അബ്ദുസ്സലാമായി മാറിയത്. ഇതുപോലെ തയ്യിൽ മുഹമ്മദാണ് കാത്തിബ് മുഹമ്മദായി മാറിയത്. അങ്ങനെയാണ് KM മൗലവി ഉണ്ടാകുന്നത്. ഈ KM മൗലവിയോട്, ആ വിഭാഗത്തിനോട് സലാം പറയരുത് എന്നാ സമസ്ത പഠിപ്പിച്ചത്. അവരുമായി സഹകരിക്കരുതെന്നാ സമസ്ത പഠിപ്പിച്ചത്. ആ KM മൗലവിയും KM സീരി സാഹിബുമാണ് മുഹമ്മദ് ഇസ്മായിൽ പുനഃസംഘടിപ്പിച്ച മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലെ കേരളത്തിൽ നിന്ന് പങ്കെടുത്തത്. പക്ഷെ അവർക്ക് ബുദ്ധി ഉണ്ടായിരുന്നു. ഇന്നുള്ള അവരെ ആളുകൾക്ക് ഇല്ലാത്ത സംഗതി അതാണ്. ഈ ബുദ്ധി ഉണ്ടായതുകൊണ്ട് അവർ തീരുമാനിച്ചു, കേരളത്തിലെ മുസ്ലിങ്ങളിൽ ഈ കക്ഷിക്ക് വേരു ഉണ്ടാകണമെങ്കിൽ ഒന്നുകിൽ ഒരു സയ്യിദ് അതിന്റെ തലപ്പത്ത് വേണം, അല്ലെങ്കിൽ പണ്ഡിതൻ വേണം. അങ്ങനെയാണ് കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയായിരുന്ന, അരികച്ചവടത്തിൽ ഏർപ്പെട്ട് പോവുകയായിരുന്ന മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളെ പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്നത്. അതോടുകൂടെ കേരളത്തിലെ മുസ്ലിങ്ങൾ ചരിത്രം മാറുകയാണ്. നമ്മളൊരു സയ്യിദിന്റെ നേതൃത്വത്തെ കാണുകയാണ്. അങ്ങനെ പൊളിറ്റിക്കലായി കേരളത്തിലെ മുസ്ലിങ്ങൾ ബാഫക്കി തങ്ങളെ ചേരിയുമായി അടുക്കുകയാണ്. പക്ഷെ അസിലിന്റെ സ്വഭാവം കാണിക്കല്ലോ. ഇതിന്റെ രൂപീകരണത്തിന്റെ അസില് ഷിയാക്കളും മൗദൂദി വഹാബികളും ഒക്കെ ആയതുകൊണ്ട് തന്നെ ഇതുകൊണ്ട് ഉള്ള ഗുണങ്ങളും അവർക്ക് തന്നെ ആവുകയായിരുന്നു. ബാഫക്കി തങ്ങൾ ഉണ്ടായിട്ട് പോലും മഹാനായ ബാഫക്കി തങ്ങളെ കേരളത്തിലെ മുസ്ലിങ്ങൾ ഖായിദുൽ ഖൗം എന്നായിരുന്നു വിളിച്ചിരുന്നത്. ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി.
ആ ബാഫക്കിത്തങ്ങൾ ഉണ്ടായിട്ട് പോലും സുന്നി ഇവിടുത്തെ അടിസ്ഥാന വിഭാഗമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾക്ക് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ ഭാഗത്ത് നിന്ന് ഒരു നേട്ടവും ഉണ്ടായില്ല. ഒരു നേട്ടവും ഉണ്ടായില്ല എന്ന് ഞാൻ പറയുമ്പോൾ എന്റെ സ്നേഹം, എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ ചിന്തിക്കണം. മുസ്ലിം ലീഗ് ഈ സമുദായത്തിന് ചെയ്ത ഏറ്റവും വലിയ ഗുണമായി നമ്മൾ കൊട്ടിഘോഷിക്കുന്നത് സ്കൂളുകളിൽ അറബി ഭാഷ നടപ്പാക്കി എന്നതാണ്. അന്ന് മുഖ്യമന്ത്രി EM ശങ്കരൻ നമ്പൂതിരിപ്പാടായിരുന്നു എന്ന കാര്യം നമുക്ക് മറച്ചു വെക്കാം. അന്ന് മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാടാണ്. അത് വേണമെങ്കിൽ നമുക്ക് സമുദായത്തിന്റെ ഗുണത്തിന് വേണ്ടി മറച്ചു വെക്കാം. ഇത് നമുക്ക് അത്യുച്ചത്തിൽ പറയാം. അന്ന് വിദ്യാഭ്യാസം മുസ്ലിം ലീഗ് കൈകാര്യം ചെയ്തു. അതുകൊണ്ട് മുസ്ലിം ലീഗ് അറബി ഭാഷ സ്കൂളുകളിൽ നടപ്പാക്കി. എന്നാൽ ഈ അറബി അധ്യാപകന്മാരെ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി കേരള ഗവൺമെന്റ് ശമ്പളം കൊടുക്കുന്ന 7 ഓറിയന്റൽ അറബി കോളേജ് കേരളത്തിൽ ഉണ്ടായിട്ട് അതിൽ ഒരെണ്ണമെങ്കിലും സുന്നി മാനേജ്മെന്റിന്റെ കീഴിൽ വന്നോ എന്ന് എന്റെ ബഹുമാന്യരായ മുസ്ലിം ലീഗ് സുഹൃത്തുക്കൾ കയ്യ് ഹൃദയത്തിന്റെ ഭാഗത്ത് വെച്ച് ഇങ്ങനെ ചിന്തിക്കണം. 7 ഓറിയന്റൽ അറബി കോളേജുകൾ കേരള ഗവൺമെന്റ് തുടങ്ങിയിട്ട് അതിൽ ഒന്നിന്റെങ്കിലും മാനേജ്മെന്റ് സുന്നി ആശയക്കാരായോ? എന്തുകൊണ്ടായില്ല? കഴിഞ്ഞില്ല. മുജാഹിദ് വിഭാഗം മൊയ്യുദ്ദീൻ ഷെയ്ഖിന്റെ പേരിൽ പള്ളി ഉണ്ടാക്കുകയില്ല എന്ന് എന്നെ പോലെ മുസ്ലിം ലീഗ് പ്രവർത്തകരും വിശ്വസിക്കുന്നു. എന്തുകൊണ്ട്? മൊയ്യുദ്ദീൻ ഷെയ്ഖ് ശ്രീ ശങ്കരാചാര്യനെ പോലെ തന്നെ അദ്വൈത സിദ്ധാന്തം ഉൾക്കൊണ്ട ആളാണെന്ന അൽമനാർ എഴുതിയത്. മുജാഹിദിന്റെ പത്രമാണത്. യാതൊന്ന് കാണുവത് നാരായണ പ്രതിമ, യാതൊന്ന് കേൾക്കുവത് നാരായണ ശ്രുതിമ, യാതൊന്ന് ചൊല്ലുവത് നാരായണ നമ നമ. ഈ അദ്വൈത സിദ്ധാന്തം ഷെയ്ഖ് ജീലാനിയിൽ കാണാമായിരുന്നു. ഇത് ശ്രീശങ്കരാചാര്യ തത്വമാണെന്ന മുജാഹിദ് പത്രം എഴുതിയത്. ആ മുജാഹിദ് വിഭാഗം എവിടെയും മൊയ്യുദ്ദീൻ ഷെയ്ഖിന്റെ പേരിൽ പള്ളി ഉണ്ടാക്കൂല. പിന്നെ കോഴിക്കോട്ടെ മൊഹീദ്ദീൻ ഷെയ്ഖിന്റെ പേരിൽ കോഴിക്കോട്ടെ മുസ്ലിങ്ങൾ ഉണ്ടാക്കിയ പള്ളി അതെങ്ങനെ മുജാഹിദിന്റെ കയ്യിൽ വന്നു? അതിപ്പം മെയ്ദീൻ പള്ളിയായല്ലോ. മൊഹീദ്ദീൻ പോയി മെയ്ദീനായി, കുത്തുബ മലയാളത്തിലായി, പ്രസംഗ മീറ്റിംഗായി. തൊട്ടടുത്ത പട്ടാളപ്പള്ളി എങ്ങനെ മുജാഹിദിന്റെ കയ്യിലായി? തൊട്ടടുത്ത ഷാദുരിപ്പള്ളി എങ്ങനെ മുജാഹിദിന്റെ കയ്യിലായി? ചോദിക്കുക. അധികാരവർഗത്തിന്റെ ദുസ്വാധീനം. സമസ്തയുടെ 60ാം വാർഷിക സുവനീർ മഹാനായ ശംസുൽ ഉലമ ഓരോ ഹർഫും നോക്കി സഹിയാക്കിയ 60ാം വാർഷിക സുവനീർ. ആ 60ാം വാർഷിക സുവനീറിന്റെ ചീഫ് എഡിറ്റർ അന്നെന്റെ ഉസ്താദായിരുന്ന MP മുസ്തഫ ഫൈസി ആയിരുന്നു. അദ്ദേഹത്തെ ചീഫ് എഡിറ്റർ ആക്കിയപ്പോ അദ്ദേഹം ശംസുൽ ഉലമയോട് ഞങ്ങളെയൊക്കെ സാന്നിധ്യത്തിൽ പറഞ്ഞൊരു വാക്കുണ്ട്. സമസ്തന്റെ 60 വർഷത്തെ ചരിത്രം എനിക്കറിയണം, എഴുതാൻ അതിന് മിനിറ്റ്സ് തരണം എന്ന് പറഞ്ഞു. സമസ്തന്റെ രേഖ തരണം. അങ്ങനെ ശംസുൽ ഉലമ എടുത്തു കൊടുത്തിട്ട് 43 മുതൽ 85 വരെയുള്ള ചരിത്രം സമസ്തന്റെ ഔദ്യോഗിക രേഖ നോക്കിയിട്ടാണ് മുസ്തഫ ഫൈസി ആ സുവനീറിലേക്ക് പകർത്തിയെന്ന് എനിക്കറിയാം. അത് നോക്കിയാൽ കാണാം 24/10/1960 ആകാനാണ് സാധ്യത. ഇനി നിങ്ങൾ നോക്കൂ. പറഞ്ഞ അപ്പൊ കുറച്ചു കാലമായപ്പോൾ ആ രേഖയൊക്കെ എടുത്ത് ഉദ്ധരിച്ചിട്ട്. ഏതായാലും അന്ന് ബാഫക്കി തങ്ങൾ മുസ്ലിം ലീഗിനും സമസ്തക്കും നേതൃത്വം കൊടുക്കുന്ന കാലഘട്ടമാണ്. ബാഫക്കി തങ്ങൾ മന്ത്രിച്ചു ഊതിയിട്ട് കെട്ടിവെക്കാനുള്ള കാശ് ലീഗിന്റെ സ്ഥാനാർത്ഥിക്ക് കൊടുക്കുന്നു. എന്നിട്ട് ബാഫക്കി തങ്ങൾ പറയുന്നു, ഞാൻ ഇത്ര ആളുകളെ നിർത്തിയിട്ടുണ്ട്, അവർക്ക് വോട്ട് ചെയ്യണം. അങ്ങനെ ജയിച്ച ഒരുത്തൻ മന്ത്രിയായപ്പോഴാണ് 1960 കാലഘട്ടത്തിലാണ് കേരളത്തിൽ വഖഫ് ബോർഡ് നിലവിൽ വരുന്നത്. അന്ന് സമസ്തയുടെ മിനിറ്റ്സിൽ എഴുതിയത് ഇപ്പൊ കാണാം. അയനിക്കാട് ഇബ്രാഹിം മുസ്ലിയാർ അധ്യക്ഷതയിൽ ബാഫക്കി തങ്ങളെ കോഴിക്കോട്ടെ പാണ്ഡികശാലയിൽ ചേർന്ന സമസ്തയുടെ മുഷാവറ. അന്ന് AP അബൂബക്കർ മുസ്ലിയാർ മുഷാവറയിൽ വന്നിട്ടില്ല. ഇത് 64ലാണ്. AP അബൂബക്കർ മുസ്ലിയാർ മുഷാവറയിൽ വരുന്നത് 72-74 കാലത്താണ്. ഇത് 64ലാണ് ഈ തീരുമാനം മുഷാവറ എടുക്കുന്നത്. എന്താ തീരുമാനം? കേരള ഗവൺമെന്റിന്റെ കീഴിൽ രൂപീകൃതമായ വഖഫ് ബോർഡിൽ സുന്നികളിൽ നിന്ന് ഒരാളെയും മെമ്പറാക്കാത്തതിൽ മുഷാവറ പ്രതിഷേധിക്കുന്നു. അതുകൊണ്ട് സുന്നികളിൽ നിന്ന് ഒരാളെ അടിയന്തിരമായി വഖഫ് ബോർഡിൽ മെമ്പറാക്കി ചേർക്കണം സമസ്ത ആവശ്യപ്പെട്ടു. എന്നിട്ട് ആക്കിയോ? ആക്കിയില്ല. എന്നാണ് സമസ്തക്ക് വഖഫ് ബോർഡിൽ അംഗീകാരം കിട്ടിയത്? എന്നാണ് EP അബൂബക്കർ മുസ്ലിയാർ വഖഫ് ബോർഡിൽ മെമ്പറാകുന്നത്? 980 ശേഷം
PM അബൂബക്കർ വിമതനായിക്കൊണ്ട് വഖഫ് മന്ത്രിയായപ്പോ അന്ന് മുഖ്യമന്ത്രി ആരാ? ശ്രീമാൻ EK നായനാരാണ്. എന്താണ് വഖഫ് എന്നറിയാത്ത നായനാർ മുഖ്യമന്ത്രി ആകേണ്ടി വന്നു സമസ്തക്ക് വഖഫ് ബോർഡിൽ കടന്നുകൂടാൻ. വഖഫ് സ്വത്ത് ആർക്കേ ഉള്ളൂ? സുന്നികൾക്ക് മാത്രമേ ഉള്ളൂ. കോഴികളെ സംരക്ഷിക്കാൻ കുറുക്കനെ ഏൽപ്പിച്ച മാതിരി മുസ്ലിം ലീഗിന്റെ വഖഫ് മന്ത്രി സുന്നികളെ വഖഫ് സ്വത്ത് തട്ടിയെടുക്കാൻ സംരക്ഷണത്തിന്റെ പേരിൽ വഹാബികളെ ഏൽപ്പിച്ചു. ഒരൊറ്റ സുന്നി മെമ്പറെയും വഖഫ് ബോർഡിൽ മെമ്പറാക്കിയില്ല. നായനാർ മുഖ്യമന്ത്രിയായപ്പോ EK അബൂബക്കർ മുസ്ലിം വഖഫ് ബോർഡിൽ മെമ്പറാക്കി. അന്നെന്താ ചന്ദ്രിക കൊടുത്തത്? ജന്മം കൊണ്ട് ലീഗ് വിരോധിയായ ഒരു മുസ്ലിയാരും വഖഫ് ബോർഡിൽ മെമ്പറായിട്ടുണ്ട്. ആരാ മുസ്ലിയാര്? ശംസുൽ ഉലമയാണ്. അന്ന് മുതൽ പ്രശ്നങ്ങൾ തുടങ്ങി. ഞാനൊരു മുസ്ലിം ലീഗിനെ വിമർശിക്കുന്ന പ്രസംഗമല്ല ഇവിടെ ചെയ്യുന്നത്. പക്ഷെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ ചിന്തിക്കണം, എന്തുകൊണ്ട് ഇതിവിടെ പറയേണ്ടി വന്നു? ഞങ്ങൾക്ക് നിങ്ങളെ പറ്റിയല്ലാതെ ആരെ പറയാം? നമുക്ക് ഏറെ ശരിയാണ്ടേ. വേറെ ഏതെങ്കിലും ചെക്കന്മാരെന്തെങ്കിലും വിളിച്ചു പറയേ കഥല്ലാതെ പറയുന്നത് നമ്മളെ പോലത്തെ ആൾക്കാർ മെനക്കെടാൻ പറ്റുമോ? അല്ല, ഈ ചെക്കന്മാരെ ആരാണ് റൂഹ് ഊതി പറഞ്ഞയച്ചത്? നമ്മളെ ഓനെ പിടികൂടല്ല. അപ്പൊ എന്താ ചെയ്യാം? ഞാൻ പൊതുവേ ചെയ്യാൻ അങ്ങനെയാണ്. നമ്മളൊരു പ്രസംഗിക്കുമ്പോൾ അതിനൊരു ഇത് വേണ്ടേ? നമ്മൾ ഇത്ര വളരെ കഷ്ടപ്പെട്ട് മലപ്പുറത്തുനിന്ന് ഇവിടെ ഓടിയെത്തിയിട്ട് ഒരു കഥയില്ലാത്ത ഏതോ ചെക്കന്മാരെ പറ്റി ഇങ്ങനെ പറയാറുണ്ട്. അതൊക്കെ നമുക്ക് വിഷയം ഒരു എന്താ പറയാ, അതിന് കുഫു വെക്കൂല. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം ചെക്കന്മാരെ കയറൂരി വിടുന്ന ആളുകളെ പിടികൂടുന്നത്. നിങ്ങൾ ഉണ്ടാക്കിയ മുസീബത്താണത്. ആ മുസീബത്ത് നിങ്ങൾക്ക് തന്നെ പിൻവലിക്കാൻ കഴിയുള്ളൂ, നിങ്ങൾക്ക് എന്നെ തിരിച്ചു വിളിക്കാൻ കഴിയുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് തിരിച്ചു വിളിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയണില്ല. കാരണം പണ്ട് ഒരു നാട്ടില് പുലിയെ കാണാൻ നാട്ടുകാർക്ക് മൊത്തം ആഗ്രഹം. അങ്ങനെ അവർ കൂടിയാലോചിച്ചു എന്താ അവർ പുലിയെ കാണാൻ ചെയ്യേണ്ടത്. അവസാനം അവർ തീരുമാനിച്ചു നമ്മൾ യാസീൻ ഓതി നോക്കാറ്. യാസീൻ ഓതി പുലി വന്നു. പുലി വന്നപ്പോ യാസീൻ ഓതിയ പരക്കാരെയാണ് ആദ്യം കടിച്ചത്. അവരെ ആടിനെയും പശുവിനെയും ഒക്കെ കടിയടിക്കും. അപ്പൊ അവർ കൂടിയാലോചിച്ച് എന്താ ചെയ്യാ, എന്നാ ഹത്ത് ഓതി നോക്കാറ്. പക്ഷെ ഹത്തം തീർന്നിട്ടും പുലി പോയില്ല. ഇതേമാതിരി ഭിന്നിപ്പിക്കൽ തന്ത്രത്തിന് വേണ്ടി നിങ്ങൾ റൂഹ് ഊതിയ ഈ വിഭാഗം, ആ വിഭാഗം കേരളീയ ചരിത്രത്തിൽ ഉണ്ടാക്കിയ വികൃതികളും നെറികേടുകളും അതിന്റെ ആഴവും പരപ്പും എത്രയാണെന്ന് മുസ്ലിം ലീഗ് നേതൃത്വം മനസ്സിലാക്കണം. എത്രയാ ഇതിന്റെ ബുദ്ധിമുട്ട്? ഇന്ന് നിങ്ങൾ പറയണല്ലോ നമുക്കൊന്ന് യോജിക്കാൻ നിങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ യോജിക്കാൻ റെഡിയാണല്ലോ. പക്ഷേ നിങ്ങൾ കയറൂരി വിറ്റ കുട്ടികളെ കിട്ടണില്ല. അപ്പൊ നിങ്ങൾ ഹത്തം തീർത്തിട്ടും കാര്യമല്ല, ഓരി നോക്കി ശരിയാകുകയാണെങ്കിൽ നന്നായി. അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഞാൻ പറഞ്ഞു വരുന്നത് മുസ്ലിം ലീഗ് കാലാകാലങ്ങൾ ഉണ്ടാക്കിയ ബുദ്ധിമുട്ടുകൾ. പക്ഷെ ഇതാർക്കേ മനസ്സിലാവുള്ളൂ? പത്രം വായിക്കുന്നവർക്കേ മനസ്സിലാവും. ഇപ്പോ ഉത്തർപ്രദേശിൽ ബോംബ് സ്ഫോടനം നടന്നു. ആരെ പറഞ്ഞു? ഞങ്ങൾ അരീക്കോറുണ്ട്, ചെക്കുന്നന്മാരാകുന്ന സ്ഥലമുണ്ട്. അവിടുത്തെ മുത്തന്മാർ തന്നെ പുറത്തിറങ്ങാത്ത ആൾക്കാർ. ശനിയാഴ്ച മാത്രമേ ഇപ്പോൾ അന്നാ ചന്ത. എന്നാൽ തന്നെ ചൂട്ട കത്തിച്ചിട്ടാ പോവുക. എന്തിനാ? നിങ്ങൾ മനുഷ്യന്മാരെ തൊട്ട അശുദ്ധി നീങ്ങാൻ വേണ്ടി ചാരിയാറിൽ ചൂട്ടോടുകൂടെ മുങ്ങിക്കുളിച്ചിട്ട് ഒരു കയറിപ്പോഴും. അവരിപ്പോ ടെലിവിഷൻ കാണുന്നില്ല, പത്രം വായിക്കുന്നില്ല. അതുകൊണ്ട് ഉത്തർപ്രദേശിലുണ്ടായ ഈ ബോംബ് സ്ഫോടനം ഓല അറിയുന്നില്ല. ഇതുപോലെ നമ്മൾ അറിയാത്ത എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അത് ശ്രദ്ധിക്കണ്ടേ? ഇതാരാ ശ്രദ്ധിക്കുക? ഈ വിഷയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ അറിയും. എത്രയാ ഇതിന്റെയൊക്കെ സങ്കടം? വഖഫ് സ്വത്ത് സുന്നികളുടേതാണ്. അത് സംരക്ഷിക്കാൻ ഗവൺമെന്റ് ബോർഡ് ഉണ്ടാക്കി. ആ ബോർഡിൽ മുസ്ലിം ലീഗ് സുന്നികളെ മെമ്പറാക്കിയില്ല. സുന്നികൾ എന്ന് പറഞ്ഞ സമസ്തയാണ്. അന്ന് സമസ്തയിൽ ഭിന്നിപ്പൊന്നുമില്ലല്ലോ. സമസ്ത മഹാന്മാരായ തങ്ങന്മാരെ ബഹുമാനിക്കണു. അതുകൊണ്ടാ ബാഫയ്ക്ക് തങ്ങൾ അംഗീകരിക്കുന്നത്. സമസ്തന് സ്ഥിതിയാക്കടങ്ങൾ കേരളത്തിൽ ഒരു മുത്തവ്വൽ ബിരുദം കൊടുക്കുന്ന കോളേജില്ല. വെല്ലൂര് പോകണം. അപ്പൊ 1962 മുഷാവറ ചർച്ച ചെയ്യാൻ നമ്മൾ ആലിമീങ്ങൾക്ക് സനദിന് വേണ്ടി വെല്ലൂര് പോകാൻ എല്ലാവർക്കും കഴിയൂലല്ലോ. ഒരു കോളേജ് തുടങ്ങുകയാണ്. അങ്ങനെ കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്ത് ആ ചരിത്രം പരിശോധിച്ചാൽ കാണാം. സ്ഥലം അന്വേഷിച്ച് പോകാൻ ബസ്സിന് പൈസ എങ്ങനെയാണ് ഒപ്പിക്കുക? അങ്ങനെ വിദ്യാഭ്യാസ ബോർഡിൽ നിന്ന് 500 ഉറുപ്യ ലോൺ എടുത്തിട്ടാണ് EK അബൂബക്കർ മുസ്ലിയാർ നേതൃത്വത്തിൽ സ്ഥല അന്വേഷണം നടത്തിയത്. അങ്ങനെ പട്ടിക്കാട് സ്ഥലം കണ്ടെത്തി കോളേജ് തുടങ്ങിയപ്പോൾ തങ്ങന്മാരുള്ള ബഹുമാനം കാരണം ബാഫയ്ക്ക് തങ്ങളെ പ്രസിഡന്റും പൂക്കോയ തങ്ങളെ സെക്രട്ടറിയാക്കി. പക്ഷെ സമസ്തന്റെ ബൈലോവിൽ, സമസ്തന്റെ മിനിറ്റ്സിൽ എഴുതി ഇത് സമസ്തന്റെ കോളേജ് ആയതുകൊണ്ട്
പ്രിൻസിപ്പളെ നിയമിക്കേണ്ടത്, എക്സാം നടത്തേണ്ടത്, കിതാബ് നിർണ്ണയിക്കേണ്ടത് മുശാവറയായിരിക്കണം. പ്രിൻസിപ്പൽ സമസ്തന്റെ സെക്രട്ടറി ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരെ ആവുകയും ചെയ്തു. അങ്ങനെ ശംസുൽ ഉലമ മലപ്പുറത്ത് ഇരുന്നു കൊണ്ട്, ശംസുൽ ഉലമക്ക് നേരത്തെ തന്നെ ഇവർ ചീത്തപ്പേരിട്ടുണ്ട്, കോൺഗ്രസ്സുകാരനാണ് ശംസുൽ ഉലമ. അങ്ങനത്തെ ശംസുൽ ഉലമ മലപ്പുറത്ത് പ്രിൻസിപ്പാളായ ക്ഷീണം വരുന്ന പാർട്ടി തലത്ത് ചർച്ച നടക്കുന്നുണ്ട്. പക്ഷെ ബാഫക്കി തങ്ങളും പൂക്കോയ തങ്ങളും സുന്നത്തി ജമാഅത്തിനോടും വിശ്വാസമുള്ള ആളുകളായതുകൊണ്ട് അതിലൊന്നും അവർ വീണില്ല ശംസുൽ ഉലമ. പക്ഷേ സുന്നത്തി ജമാഅത്തിന്റെ ആശയം ഈ മുതഅല്ലിമിക്ക് നന്നായി പഠിപ്പിച്ചു. അതുകൊണ്ട് ആ പഴയകാല ഫൈസികൾ ഇപ്പൊ ഫൈസികളുണ്ട്, നമ്മളാരും അറിയുന്നില്ല അല്ലേ? അതുണ്ട് സംഗതി. ആ കോളേജ് ഇപ്പോഴും ഞാൻ ബസ് പോകുമ്പോൾ അങ്ങനെ കാണുന്നല്ലാതെ ഒരു ഫൈസി ഒരു 20 കൊല്ലത്തിന്റെ ശേഷം ഒരു ശ്രദ്ധേയനായ ഒരു ഫൈസി നമ്മളാരും കേട്ടിയില്ല. ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാനത് അംഗീകരിക്കട്ടോ, നമ്മൾ അറിയാത്തോണ്ട് പറയണം. അപ്പൊ ഞാൻ എന്തുകൊണ്ട് ശംസുൽ ഉലമയുടെ തിളക്കമാർന്ന പ്രവർത്തനമായിരുന്നു പണ്ഡിതന്മാർക്ക് സുന്നീസം പഠിപ്പിക്കുക. ശംസുൽ ഉലമയുടെ ശൈലി തന്നെ എങ്ങനെയാ? എടാ, ഒരു ചായയാകണമെങ്കിൽ നല്ല ചായപ്പൊടി, പഞ്ചസാര, നല്ല ചൂടുള്ള വെള്ളം, ഇതെല്ലാം മിശ്രിതം ആകുമ്പോഴല്ലടാ ചായയാവുക. അതിൽ ഒരു ഈർക്കണി കൊണ്ട് അല്പം തീട്ടം, അല്പേ ഉള്ളൂ, അത് കലർത്തിയാൽ ആ ചായ കുടിക്കാൻ പറ്റും. എതുവരെ ആ ശംസുൽ ഉലമ വന്ന് ചോദിക്കുന്ന ചോദ്യം ഇന്നും കർണപ്പുടങ്ങളിൽ അലയടിച്ചു കൊണ്ടിരിക്കുകയാണ്. ശംസുൽ ഉലമന്റെ ശബ്ദം. ആ ശംസുൽ ഉലമ വഹാബിസത്തിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ്. എന്നാൽ മുസ്ലിം ലീഗ് ഔദ്യോഗികമാണെന്ന് ഞാൻ പറയണില്ല. മുസ്ലിം ലീഗിന്റെ ചില നേതാക്കന്മാർ ത്വരപ്പം പണിയെടുത്തു, എങ്ങനെങ്കിലും ഈക്കനെ പുറത്താക്കണം. അങ്ങനെ നിങ്ങൾക്കറിയോ, ഇന്നിപ്പോ നിങ്ങൾ കോഴിക്കോട് അങ്ങാടി മഫീഷ്യൽ ബസ് സ്റ്റാൻഡിന്റെ പരിസരത്ത് ഇങ്ങനെ നിൽക്കാം. ഒരു മുസ്ലിയാരൊക്കെ ഉണ്ടു. എവിടെയാ ജോലി? ഈ റമദാന്റെ ശേഷം എവിടെ ആയിട്ടില്ല. അത് സ്വാഭാവിക, കാരണം അതിന് മാത്രം അപ്പൊ അത് ഓരോ കോളേജിനും വരണ്ടേ. ഈ ഒരു സാഹചര്യം ഈക്കുണ്ടായി. ഈ സമുദായത്തിന്റെ ഉരുക്കു മനുഷ്യനായിരുന്ന മഹാനായ ശംസുൽ ഉലമ, ആ ശംസുൽ ഉലമയെ പട്ടിക്കാട് ജാമിയ നൂരി എന്ന് പുറത്താക്കി. എന്താ കാരണം? കോളേജിന്റെ പ്രസിഡന്റ് ലീഗുകാരനായ ഷിയാബ് തങ്ങളായി എന്ന ഒറ്റ കാരണം. പൂക്കോയ തങ്ങൾ മരിച്ച ശേഷം ഉണ്ടായ അപകടമാണത്. ഷിയാബ് തങ്ങളെ അവർ സ്വാധീനിച്ചു. നിങ്ങൾ പ്രസിഡന്റായ കോളേജിൽ ഈ സുന്നീസം വിളമ്പുന്ന ആളെ പുറത്താക്കിക്കൂടെ? അങ്ങനെയാണ് അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കി ശംസുൽ ഉലമയെ പുറത്താക്കുന്നത്. ഈ ശംസുൽ ഉലമ അവസാനം കാസർകോട്ടെ പൂച്ചക്കാട്ടേക്ക് പോയി. അത് സംഗതി കേൾക്കാൻ ചെയ്യലുണ്ടായി. പട്ടിക്കാട്ട് നേരെ പൂച്ചക്കാട്ടേക്ക്. പൂച്ചക്കാട് ഒരു പള്ളിയിലെ സാധാ മുദർരിസായി നിൽക്കുന്നത് കേരളത്തിലെ പണ്ഡിതന്മാർ ഐബായി കണ്ടു. അന്ന് വിമത ലീഗ് പ്രവർത്തിക്കുന്ന കാലഘട്ടം. അതിന്റെ നേതാവാണ് സയ്യിദുമർ ബാഫക്കി തങ്ങൾ. അദ്ദേഹം പ്രത്യേകം താല്പര്യമെടുത്ത് നന്ദിയിൽ ചികിത്സ നടത്തി ജീവിക്കുന്ന മുഹമ്മദ് മുസ്ലിയാർ, നന്ദിയിൽ മുഹമ്മദ് മുസ്ലിയാർ, അദ്ദേഹം ഒരു ദർസ് നടത്തിയിരുന്നു അവിടെ, അദ്ദേഹത്തിന്റെ ശിക്ഷണ ചെലവിലായി. അതാണ് പിന്നീട് നന്ദി ദാറുസ്സലാം അറബി കോളേജായി. അതാണ് പിന്നെ ശംസുൽ ഉലമയുടെയും നമ്മുടെയും സുന്നത്തി ജമാഅത്തിന്റെ തട്ടകമായി മാറി. അതുകൊണ്ട് പഴയകാല ദാരിമികൾ, ശംസുൽ ഉലമയുടെ ദാരിമികൾ, അവർ ഫൈസിമാരെ പോലെ തന്നെ ശ്രദ്ധേയരാണ്. അതിന്റെ ശേഷം എന്തേ ദാരിമിയൊക്കെ പറ്റിയെന്ന് നമുക്ക് അറിയുന്നില്ല. കാരണം ഈ ഫൈസികളെയും ദാരിമികളെയും ഇവർക്ക് പറ്റണില്ല. ഇവരെ മദ്രസയിൽ പഠിപ്പിക്കാൻ ഇപ്പോ ഈ ഇറച്ചിക്കോയിന്റെ വളർച്ചയിൽ SSLC തോറ്റ കുട്ടികളെ 40 ദിവസം കൊണ്ട് മാലിന്യങ്ങളാക്കാം. അവരപ്പ മദ്രസയിൽ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നത്. അത് വേറെ വിഷയം. ഞാൻ പറയുന്നത് ഈ ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരെ നിരന്തരം ഇവർ വേട്ടയാടി. മലപ്പുറത്ത് മുസ്ലിം ലീഗിന്റെ അറിവോടെ ഇറക്കിയിരുന്ന അവരുടെ പത്രമായ മാപ്പിളനാട്, ആ മാപ്പിളനാട് ശംസുൽ ഉലമക്ക് എതിരെ വരികൾ അതിനുവേണ്ടി മാത്രം ആ പത്രം ഉപയോഗപ്പെടുത്തി. അതിലൊരു വരി ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കാം. മനുഷ്യൻ അതപ്പതിച്ചാൽ മൃഗമാകും, മൃഗം അതപ്പതിച്ചാൽ ശംസുൽ ഉലമയാകും. എവിടെയാണ് ആ പത്രത്തിൽ ആ വരി? അതാർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ആവശ്യക്കാരെ പിന്നീട് വേണമെങ്കിൽ എത്തിച്ചു തരാം. ഇനി അങ്ങനെ ഇല്ല, അങ്ങനെ മാപ്പിളനാടിൽ എഴുതിയിട്ടില്ല എന്ന് അടുത്ത ദിവസം എന്തെങ്കിലും ആരെങ്കിലും പ്രസംഗിച്ചാൽ പിറ്റേ ദിവസം പെർമിഷൻ കിട്ടുമെങ്കിൽ ആ മാപ്പിളനാടുമായിട്ട് ഞാൻ ഇന്നിപ്പോ വഴിക്കടവിൽ നിന്നൊരു പ്രസംഗം ക്ലാസ് കഴിഞ്ഞിങ്ങ് വരിക പകലെ.
അതുകൊണ്ട് വീട്ടിൽ പോകാൻ സമയമില്ലാത്തതുകൊണ്ട് ബാഗ് എടുക്കാത്തതുകൊണ്ടാണ്. അങ്ങനെ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 1000 റുപ്യ കൊണ്ട് ചിലവാക്കി നിങ്ങളെ മൂല്യർക്ക് വണ്ടി പൈസ മയക്ക സെറ്റൊക്കെ കൊടുത്ത് അതില്ല നിങ്ങൾ പറയിപ്പിക്കും. എന്നാ പിറ്റേന്ന് ഞാൻ വരാം. അത്രയും വ്യക്തമായ രേഖ നമ്മുടെ കയ്യിലുണ്ട്. നാട്ടിക മൂസ എഴുതി അദ്ദേഹത്തിന്റെ ഹിക്മത്ത് എന്ന മാസികയിൽ എഴുതി ഈ ഈക്കയ്ക്ക് ഒരു വില്ലേജിലെ ഖാദിയാകാൻ പോലും പവറില്ല എന്ന് നാട്ടിക മൂസ എഴുതി. നിങ്ങൾ നിഷേധിക്കില്ല എന്ന്. അങ്ങനെ ശംസുൽ ഉലമയെ മാനസികമായി ഇവർ പീഡിപ്പിച്ചു. ശംസുൽ ഉലമ എവിടെ പോകുന്നോ അവിടെ ഇവര് അക്രമത്തിന്റെയും കയ്യൂക്കിന്റെയും മാർഗം സ്വീകരിച്ചു. ശംസുൽ ഉലമയെ പറ്റി അപരാധങ്ങൾ നടത്തി. അദ്ദേഹത്തെ പറ്റി എപ്പോഴും അപകീർത്തിപ്പെടുത്തലുകൾ ഉണ്ടായി. ഏറ്റവും വലിയ അപകീർത്തിപ്പെടുത്തലല്ലേ മനുഷ്യം അതപ്പതിച്ചാൽ മൃഗാകും, മൃഗം അതപ്പതിച്ചാൽ ശംസുൽ ഉലമയാകും എന്ന പ്രയോഗം. അതിലപ്പുറം അപകീർത്തിപ്പെടുത്തൽ ഏതാണ്? ആ കാലഘട്ടം അങ്ങനെ കഴിഞ്ഞു. പിന്നെ ഏത് മനുഷ്യനായാലും പിന്നെ നിങ്ങൾ നോക്കൂ, സമ്മേളനം സുന്നികൾ നടത്തിയാൽ പാണക്കാട്ടെ തങ്ങളുള്ള ബഹുമാനം കൊണ്ട് നമ്മൾ മൂപ്പരെ ദ്വാരക്കാൻ വിളിക്കും, അധ്യക്ഷനായി വിളിക്കും, ഒക്കെ വിളിക്കും. അന്ന് ഈ ഖലീൽ തങ്ങൾ ഇങ്ങനെ ദ്വാരക്കാൻ നമുക്കില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, പാണക്കാട്ടെ കുട്ടികളെ നമ്മൾ ദ്വാരക്കാൻ വിളിക്കും, ബാബയ്ക്ക് തങ്ങളെ വർക്കത്തിന് വേണ്ടി വിളിക്കും, ഇങ്ങനെ വിളിക്കും. ഇത് ഇവര് മുതലാക്കിയിട്ട് സമ്മേളനമാണോ? അന്ന് കാര്യമായിട്ട് സമ്മേളനം നടക്കുക പട്ടിക്കാടിന്റെ വാർഷിക നടക്കുക. അധ്യക്ഷൻ ഈ രാഷ്ട്രീയത്തിന്റെ പ്രസിഡന്റ്, ഉദ്ഘാടനം അപ്പാത്തിന്റെ മന്ത്രി, മുഖ്യ പ്രസംഗം അതിന്റെ MP. പിന്നെ മുസ്ലിയാർക്കുള്ള പണി എന്താ? സ്വാഗതവും നന്ദി. അത് സ്വാഗതം കഴിഞ്ഞിട്ട് നമ്മൾ എത്തിപ്പെടുള്ളൂ. നന്ദി ആകുമ്പോൾ നമ്മൾ പോരും ചെയ്യും. മുസ്ലിയാമാരെ ശബ്ദം കേൾപ്പിക്കാതെ ചൂണ്ടിക്കാട്ടലും വരച്ചു കാട്ടലും ഒക്കെ ഇവരാണ്. അന്ന് സിയത്തിന്റെ ഒക്കെ പ്രസംഗമുണ്ട്. ഞാൻ ഈ പണ്ഡിതന്മാരോട് പറയുന്നത്, നിങ്ങൾ ഗ്രന്ഥം ചുമക്കുന്ന കൈതകളാകരുത്. ആരോട്? ഈ കൂട്ടുമലോടൊക്കെ പറയാണ്, നിങ്ങളാരും ഗ്രന്ഥം ചുമക്കുന്ന കൈതകളാകരുത് പറയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചട്ടപ്പൊടി എന്നൊക്കെ ഇവർ പറഞ്ഞ് ഇവരോട് പോകും. അങ്ങനെ ഇവര് അധികാരത്തിന്റെ മറവിൽ സുന്നത്തി ജമാഅത്തിനെതിരായ കാര്യങ്ങൾ ചെയ്യും. ആ കാലഘട്ടത്തിൽ 100-ൽ പരം ജുമുഅത്ത് പള്ളി സുന്നികൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. സുന്നികളുടെ സ്ഥിതി വളരെ പരിതാപകരമാണ്. അങ്ങനെയാണ് ആ സമയത്താണ് 72-ൽ കാന്തപുരം MP അബൂബക്കർ മുസ്ലിയാർ ഇങ്ങനെ രംഗത്ത് വരുന്നത്. വലിയൊരു ബാക്കിയാത്തിൽ നിന്ന് സനത് വാങ്ങി ഇറങ്ങി കാന്തപുരത്തിനടുത്ത മങ്ങാടി പള്ളിയിൽ മുദരിസായി, പാതിരാ വഅദുകളിൽ ശ്രദ്ധേയനായി, സമസ്ത രംഗത്ത് ഇങ്ങനെ കടന്നു. 74 ആകുമ്പോഴേക്ക് അദ്ദേഹം മുഷാവറയിൽ മെമ്പറായി. അദ്ദേഹത്തിന് ഭാഷാ രംഗത്ത് പാങ്ങിൽ AP അഹമ്മദ് കുട്ടി മുസ്ലിയാർ സമസ്തയുടെ സ്ഥാപക സെക്രട്ടറിയെ പോലെ തന്നെ ഭാഷാപരമായ നല്ല കഴിവുണ്ട്. പാണ്ഡിത്യത്തിലും AP അഹമ്മദ് മുസ്ലിയാരെ പോലെ തന്നെ നല്ല പ്രാഗൽഭ്യമുണ്ട്. നല്ല ചാതുര്യമുള്ള പ്രഭാഷകരുമാണ്. ഇന്നും നിങ്ങൾ നോക്കൂ കാന്തപുരം അല്ലേ, പ്രായത്രണ്ട്, എത്ര തിരക്കുണ്ട്. എന്നാലും ആ കാന്തപുരം എന്ന് കേൾക്കുമ്പോൾ തന്നെ എത്ര ഘനഗാംഭീര്യമുള്ള ശബ്ദമാണ് കാന്തപുരത്തിൻ്റെത്. ആ പ്രസംഗം എത്ര മനോഹരമാണ്, എത്ര ശ്രദ്ധേയമാണ്. അപ്പൊ കാന്തപുരത്തിന്റെ 72-74 കാലഘട്ടത്തിലെ പ്രസംഗം നിങ്ങൾ ഒന്ന് ഓർത്തു നോക്കൂ. ഞാൻ കാന്തപുരം AP അബൂബക്കർ പ്രസംഗം എൻ്റെ 5-ാം വയസ്സ് മുതൽ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് അരീക്കോട്ടുകാരനായതുകൊണ്ടുണ്ടായ ഗുണമാണ്. അവിടെ ഇടക്കിടക്ക് വരും, മുജാഹിദിന് മറുപടി പറയാം. അന്നൊക്കെ അകലങ്ങളിൽ സ്റ്റേജ് എത്രയോ ദൂരത്തല്ലേ, നമ്മൾ കുട്ടിയല്ലേ കാണാൻ പറ്റും. വളരെ ദൂരം ട്യൂബ് ലൈറ്റിന്റെ പ്രകാശത്തിൽ ആ വെളുത്ത മെല്ലിച്ച മനുഷ്യന്റെ ആ കറുത്ത ഇടത്തൂർന്ന താടി, അതൊക്കെ കാണാൻ ഇത്ര മനോഹരമായത് ഞങ്ങളെ കുട്ടികൾക്ക് അന്ന് അതൊക്കെ ഒരു വല്ലാത്ത കാഴ്ചയായിരുന്നു. ആ ശബ്ദം, ആ താടി, ആ നീളമുള്ള മനുഷ്യന്റെ ആ ആകാര സൗഠവ്യം, അതൊക്കെ കാണാൻ ഒരു ആകർഷണീയമായത് ഞങ്ങളെ കുട്ടികൾക്ക് അന്ന് അരീക്കോട് ഭാഗത്ത്. അപ്പൊ ഞാൻ പറയുന്നത്, അദ്ദേഹം നമ്മുടെ നേതൃരംഗത്ത് വന്നപ്പോ ഈ സുന്നത്തി ജമാഅത്തിന്റെ നിരന്തരം പീഡിതരായി കഴിയുന്ന ഈ സമൂഹത്തിന് നേതൃരംഗത്തേക്ക് അദ്ദേഹം വന്നപ്പോ ശംസുൽ ഉലമയുടെ ആ കഴിവും AK ഹസൻ മുസ്ലിയാരുടെ തന്റെ ഇടവും AP ഉസ്താദിന്റെ ഈ പ്രവർത്തന അല്ലെങ്കിൽ പ്രസംഗ ചാരുതയും എല്ലാം കൂടെ ഒത്തിണങ്ങിയപ്പോൾ നമ്മുടെ പ്രസ്ഥാനം വലുതാവുകയായിരുന്നു.
അതുകൊണ്ട് തന്നെ ഈ കടന്നു പിടിക്കുന്നത് പോലെ എ.പി. അബൂബക്കർ മുസ്ലിയാരെയും കടന്നു പിടിക്കാൻ തുടങ്ങി. എന്തൊക്കെ കഴിഞ്ഞു നമ്മുടെ കേരളത്തിൽ? ഒന്ന് രണ്ട് കാര്യം ഞാൻ ഓർമ്മപ്പെടുത്താം. സുന്നികൾക്ക് പള്ളി നഷ്ടപ്പെട്ടാൽ പകരം പള്ളി തിരിച്ചു പിടിക്കാൻ നമുക്ക് സാധിക്കുമായിരുന്നില്ല. കാരണം എന്താ? സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ കണ്ടത്, കേരളത്തിൽ കണ്ടത് നമുക്ക് സ്വന്തം മദ്രസയായി. അത് നമ്മൾ ഉസ്താദന്മാർ വയത് പറഞ്ഞുണ്ടാക്കിയതാണ്. പക്ഷേ മദ്രസ 5 കഴിഞ്ഞാൽ കഴിവുള്ളവർ മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നു, കഴിവില്ലാത്തവർ പള്ളി ദർസിൽ വരുന്നു. അങ്ങനെ പണ്ഡിതന്മാരെ ഈ വഴി, പണ്ഡിതന്മാരെ മേഖല പാവങ്ങളുടേതായി. ഭൗതിക രംഗത്തുള്ള ആളുകൾ വഹാബികൾക്ക് ചൂഷണം ചെയ്യുന്ന രൂപത്തിൽ മതരംഗത്തെ ബോധമില്ലാത്ത സമൂഹമായി മാറി. ഇവിടെയാണ് കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ, ഇ.കെ. ഹസൻ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ, ഇ.കെ. അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ പരിവർത്തനങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് വരുന്നത്. ആദരിച്ച, ആശ്ലേഷിച്ച, ആനയിച്ച നേതാവാണ് മഹാനായ സി.എം. വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. മറുഭാഗത്തോട് ഞാൻ ചോദിക്കുന്നു ഒരു ചെറിയ ചോദ്യം. എന്താണ്? സി.എം. വലിയുല്ലാഹിയുടെ ഹയാത്ത് കാലത്ത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് തറക്കല്ലിടാൻ സമ്മതം ചോദിച്ച അനുഭവം നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ പറയണം. നിങ്ങളുടെ ഏതെങ്കിലും ഒരു സമ്മേളനത്തിന് സി.എം. വലിയുല്ലാഹിയുടെ അനുവാദം ചോദിച്ചതായി നിങ്ങളുടെ അനുഭവത്തിലുണ്ടോ? സി.എം. വലിയുള്ള വഫാത്താകുന്നതിന്റെ മുമ്പ് എന്തെല്ലാം പ്രയാസങ്ങൾ കേരളത്തിൽ മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് നിന്ന് സുന്നികൾക്കുണ്ടായി? ആ ഏതെങ്കിലും ഒരു പ്രതിസന്ധിയിൽ മുസ്ലിം ലീഗിന്റെ നേതൃത്വമോ അവരംഗീകരിക്കുന്ന മുസ്ലിയാമാരോ സി.എം. വലിയുള്ളയെ സമീപിച്ച് അനുഗ്രഹം ചോദിച്ചതിന് വല്ല തെളിവുമുണ്ടോ? മടവൂര് പരിസരത്തുള്ള ഏതെങ്കിലും മറുഭാഗത്തിന്റെ ഒരു പള്ളിക്ക് കുറ്റിയടിക്കാൻ, ഒരു മദ്രസയ്ക്ക് തറക്കല്ലിടാൻ, ഒരു സമ്മേളനത്തിന് സമ്മതം ചോദിക്കാൻ, ഏതെങ്കിലും ഒരു സംഗതിക്ക് നിങ്ങൾ ആരെങ്കിലും സി.എം. വലിയുള്ളയെ സമീപിച്ചതിന്റെ തെളിവുണ്ടോ? ഇതൊരു അറിയാൻ വേണ്ടി ചോദിക്കാൻ. ഉണ്ടോ? നിങ്ങൾ ഇപ്പൊ തന്നെ എന്റെ പ്രസംഗങ്ങൾ അധികം കേൾക്കണമെന്നില്ല. നിങ്ങൾ ഇപ്പൊ തന്നെ തമ്മിൽ ചോദിക്കാം, ഉണ്ടോ 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 എന്ന് ചോദിക്കാം. ഉണ്ടെങ്കിൽ അതൊന്ന് നമ്മളെ അറിയിച്ച അത് ഞാൻ ഒഴിവാക്കഞ്ഞ് നാളെ പ്രസംഗം കൊടുത്ത് പറയണ്ടാക്കാം. എന്നാൽ മക്കളെ ഞങ്ങൾക്ക് ഒരു കാര്യം കേൾക്കണോ? അങ്ങനെ ഒരു സംഗതി ഇല്ല. ഒരു സംഗതി വല്ലാഹി അങ്ങനെ ഒരു സംഭവം നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയില്ല. എന്താ കാരണം? ഞാൻ പറയാൻ കാരണം, സി.എം. വലിയുള്ള എല്ലാ പ്രതിസന്ധിയിലും നമ്മുടെ നേതൃത്വത്തിന് പിന്തുണ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാക്കിയ ഒന്നാമത്തെ പ്രശ്നം, ആദ്യത്തെ പ്രശ്നം ഏതാണ്? ഒരുപാട് പ്രശ്നമുണ്ട്. ഒന്നാമത്തെ പ്രശ്നം, ചന്ദ്രിക ദിനപത്രത്തിൽ അഗ്നി എന്ന സിനിമയുടെ പരസ്യത്തിൽ നരകത്തെപ്പറ്റി സൂചന നൽകുന്ന ആയത്ത് നിങ്ങൾ പരസ്യമായി കൊടുക്കുകയുണ്ടായി. കാഫറാകുന്ന പണിയല്ലേ? അന്തല്ലാത്ത പാർട്ടി പത്രപ്രവർത്തകന്മാർ അവർക്ക് സംഭവിച്ച അബദ്ധമായിരിക്കാം. ഇതിന് ലീഗ് നേതൃത്വം ഒന്നും ഉത്തരവാദിയല്ല. ചന്ദ്രിക പത്രത്തിൽ എന്തെങ്കിലും പരസ്യം വന്നു, ആ പരസ്യത്തിൽ ആയത്ത് വന്നു, അതിന് ലീഗ് നേതൃത്വം ഉത്തരവാദിയാണെന്ന് ഞാൻ പറയുന്നില്ല. ചന്ദ്രിക പത്രക്കാർ ഉത്തരവാദിയാണ്. എ.പി. ഉസ്താദ് തലശ്ശേരി എന്നൊരു വയത് പറയുന്നുണ്ട്. ആ വയതിൽ എ.പി. ഉസ്താദ് പറഞ്ഞു, പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാരെ സൂക്ഷിക്കണം. അള്ളാഹു നരകത്തെപ്പറ്റി പറയുന്ന ആയത്ത് അഗ്നി എന്ന സിനിമക്ക് തെളിവായി നമ്മുടെ പത്രത്തിൽ കൊടുത്തത് ശരിയായില്ല. അന്ന് മുതൽ നിങ്ങൾ എന്ത് പറയാൻ തുടങ്ങി? അത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞ നിങ്ങൾ ഒരു മറുപടി കൊടുത്തോ? പത്രത്തിൽ ഇല്ല. പിന്നെ കാന്തപുരം വിമതനാണ്, അതുകൊണ്ടാ കാബുരത് പറയണത്. നിങ്ങൾ പ്രശ്നം തുടങ്ങുകയാണ്. പിന്നെയോ, നിരന്തരം പള്ളികൾ നഷ്ടപ്പെട്ട മഹല്ലുകളിൽ പകരം സുന്നികൾക്ക് നിസ്കരിക്കാൻ ഒരു പള്ളിയില്ല. എന്നാ കയ്യേറപ്പെട്ട പള്ളിയിൽ സുന്നികൾക്ക് പോകാൻ പറ്റുമോ? അതിന് ആലിമ്യങ്ങൾ അനുവദിക്കൂല. ഞാനൊക്കെ 5 വയസ്സായപ്പോ കേട്ടിട്ടുണ്ട്, ഈ കേസ് മദ്രസയിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കേട്ടിട്ടുണ്ട്, ഈ കേസ് മുസ്ലിയാരെ പ്രസംഗം അരീക്കോട്ടെന്ന്. അരീക്കോട്ടുകാർ നേന്ത്രവായ കൃഷിക്കാരാണെന്ന്. അവര് ഈ നേന്ത്രവായ കുല ഇതിലെ പോണ ബസ്സിൽ ഇപ്പം കാണൂല, നേരത്തെ കണ്ടിരുന്നു. ബസ്സിന്റെ മുകളിലാണ് നേന്ത്രക്കൊല കൊണ്ടുപോകുക കോഴിക്കോട്ടേക്ക്. അതറിഞ്ഞുകൊണ്ട് ഹസൻ മുസ്ലിയാർ പ്രസംഗത്തിൽ പറയാ, മഹാനായ മർഹൂം ഇ.കെ. ഹസൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദഹു പറയാൻ, വെള്ളിയാഴ്ച നിങ്ങൾ കോഴിക്കോട്ടേക്കുള്ള യാത്ര നിർത്തിവെക്കണം. അഥവാ
യാത്ര ചെയ്താൽ ദയവ് ചെയ്ത് നിങ്ങൾ കോഴിക്കോട്ടെ സ്റ്റാൻഡിന്റെ മുന്നിലുള്ള പള്ളിയിൽ നിന്ന് ജുമാ നിസ്കരിക്കരുത്. ആ പള്ളി നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവിടെ ജുമാ ഇല്ല, മീറ്റിംഗ് ആണ്, ഖുതുബയില്ല, പ്രസംഗമാണ്. അപ്പൊ ആ പള്ളിക്ക് പോകരുത് എന്നാണ് നമ്മുടെ ഉസ്താദുമാരുടെ നിർദ്ദേശം. പകരം പള്ളിയില്ല. അവിടെയാണ് കാന്തപുരം എ പി അബൂക്കർ മുസ്ലിയാർ നഷ്ടപ്പെട്ട പള്ളികൾക്ക് പകരം പള്ളി. അങ്ങനെയാണ് കോഴിക്കോട് നഗരത്തിൽ തന്നെ ആവശ്യമായ സ്ഥലത്ത് എത്ര പള്ളി ഉണ്ടാക്കി കാന്തപുരത്തിന്റെ ശ്രമഫലമായി. മറുഭാഗം ആവശ്യമുള്ളിടത്ത് എവിടെയെങ്കിലും പള്ളി ഉണ്ടാക്കിയോ? സുന്നികൾക്ക് ആവശ്യമുള്ള ഇടത്ത് എവിടെയെങ്കിലും പള്ളി ഉണ്ടാക്കിയോ? കോഴിക്കോട് മുഹയ്യിദ്ദീൻ പള്ളിക്ക് സമീപം സുന്നിക്ക് പള്ളി വേണ്ടിയിരുന്നു. പട്ടാളപ്പള്ളി സ്റ്റേഡിയം ഗ്രൗണ്ടിനടുത്താണ് അവർ പള്ളി വേണ്ടിയിരുന്നു. അവിടെ എവിടെയെങ്കിലും ഇവർ പള്ളി ഉണ്ടാക്കിയോ? 1/2 നൂറ്റാണ്ട് കാലമായി എടവണ്ണയിൽ പള്ളി ഇല്ലാതായിട്ട് നിലവിലുള്ള പള്ളി നഷ്ടപ്പെട്ടു. മുജാഹിദ് കൊണ്ടുപോയി, നഷ്ടപ്പെട്ട മുജാഹിദ് കൊണ്ടുപോയി. പകരം പള്ളി ഉണ്ടായോ? നമ്മുടെ പുളിക്കൽ പള്ളി ഉണ്ടായോ? ഇങ്ങനെ പള്ളി ആവശ്യമുള്ള ഒരു സ്ഥലത്ത് ഇവരാരും പള്ളി ഉണ്ടാക്കിയില്ല. കാന്തപുരോ പതുക്കെ ഇങ്ങനെ പള്ളി ഉണ്ടാക്കാൻ തുടങ്ങി. അതിന് കാരണം എന്താ? ഒന്ന് ഗൾഫിക്ക് പോയി നോക്കി. ഗൾഫ് പോയപ്പോഴാണ് മഹാനായ മർഹൂം അബ്ദുല്ലാ കുലൈബിയുമായി കാണുന്നത്. അദ്ദേഹം യതീംഖാനക്ക് താല്പര്യം കാണിച്ചു. അതാ തുർക്കിയ യതീംഖാന. അദ്ദേഹത്തിന്റെ ശ്രമഫലമായി തന്നെ ആ ഹാമിലി പള്ളി. അങ്ങനെ പള്ളികൾ ഇങ്ങനെ വരാൻ തുടങ്ങി. ആവശ്യമുള്ള അടുത്ത് പള്ളി ഇങ്ങനെ വരാൻ തുടങ്ങി. ഇത് തടയണം. അതിനിപ്പോ എന്താ മാർഗം? കാന്തപുരത്തിനോട് സഹകരിക്കരുത് അറിഞ്ഞാൽ നടക്കൂല. കാരണം പള്ളി ഉണ്ടാക്കിയ മനുഷ്യന്മാർ നിസ്കരിക്കും. അപ്പൊ അതുകൊണ്ട് കാന്തപുരം കള്ളനാണ് എന്ന് പറഞ്ഞു. ആരെ പൈസയാ കട്ടത്? ഇവരെ ഒരു വെള്ളിപ്പാന്റെ പൈസയും കട്ടില്ല. ആരതാ കട്ടത്? അന്യനാട്ടുകാരനായ UAE അൽ ഐനിൽപ്പെട്ട അൽ ഐനിൽ താമസിച്ചിരുന്ന അബ്ദുല്ലാ കുലൈബിന്റെ പണം കട്ടു. ഏത് പള്ളി കൊടുത്ത പണം? അരീക്കാട് പള്ളി കൊടുത്ത പണം കട്ടു. എപ്പോഴാ പറയുന്നത്? അബ്ദുല്ലാ കുലൈബ് രോഗിയായി ചികിത്സയിൽ ലണ്ടനിൽ പ്രവേശിക്കപ്പെട്ട സമയത്ത് കാലിന് രോഗമായിട്ട് ആളോ അഡ്മിറ്റ് ആയിരുന്നു. അന്ന് മൊബൈലില്ല. മൊബൈലൊക്കെ ഇപ്പൊ അടുത്ത കാലത്തുണ്ടായതല്ലേ. അപ്പൊ ഈ ചാൻസ് മനസ്സിലാക്കിയിട്ട് ഞങ്ങൾക്കൊക്കെ ശരിക്കും ഇത് മനസ്സിലായി. എന്താണ് നിങ്ങൾ മലപ്പുറത്തെ മുസ്ലിയാമാർ അന്ന് മുസ്തഫ ഫൈസി, അതുപോലെ മലപ്പുറത്തെ കുറച്ച് മുസ്ലിയാമാരും 983 എൻ്റെ ഓർമ്മ, മലപ്പുറത്ത് സമ്മേളനത്തിന്റെ പ്രചരണം. അപ്പൊ ആ വണ്ടി ഇങ്ങനെ പോകുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ കൈകാട്ടി നിർത്തിയിട്ട് മാപ്പളനാട് എന്ന വാരിക മലപ്പുറത്തെ പ്രധാനപ്പെട്ട മുസ്ലിയാർക്ക് കൊടുത്തു. വണ്ടിയിലുള്ള മുസ്ലിയാർക്ക് കൊടുത്തു. ഇപ്പൊ ഈ മുസ്ലിയാർ ചോദിക്കുക, അത് എഴുതിയിട്ടില്ലേ? അപ്പൊ മുസ്തഫ ഫൈസിക്ക് സംശയമായി. എന്താ അത് എഴുതിയിട്ടില്ലേ എന്ന് ചോദിച്ചത്. അങ്ങനെ മൂപ്പര് തിരൂരെത്തിയ ശേഷം ഞങ്ങളോട് പറഞ്ഞു, ഈ രക്കം മാപ്പളനാടെന്ന് വാങ്ങേണ്ടിയിരുന്നു. അത് ഞങ്ങൾ ക്ലാരിയിൽ ഞാൻ മൂപ്പരെ കൂടെ ഓതുക. അത് പറഞ്ഞു, നമുക്ക് ഇന്നത്തെ മാപ്പളനാടെന്ന് വേണ്ടിയിരുന്നു പറഞ്ഞു. അങ്ങനെ മാപ്പളനാട് വാങ്ങിയപ്പോ എന്താ? കാന്തപുരം പള്ളിപ്പണം അമക്കി. അപ്പൊ ഇത് ഈ മൂല്യമാരും കൂടി മേത്ര കൊടുത്തതാണ്. അതാ അത് എഴുതിയിട്ടില്ല എന്ന് ചോദിക്കുന്നത്. ഇങ്ങനെ തന്ത്രമൊപ്പിച്ചു കാന്തപുരത്തിനെ കള്ളനാക്കി. ചന്ദ്രിക പത്രം എടുത്താൽ അതിന് 4 പേജ് അന്നുണ്ടായിരുന്നുള്ളൂ. 4 പേജ് മൊത്തം കാന്തപുരം കട്ട തന്നെ. ഒരു വള്ളി പൈസ കട്ട് എല്ലാ കോണത്തിലും കുടുങ്ങി. സഹോദരന്മാരെ കുടുങ്ങി. അബ്ദുല്ലാ കുലൈബിക്ക് എങ്ങനെയൊക്കെയോ വിവരം അറിയിച്ചു. അങ്ങനെ അബ്ദുല്ലാ കുലൈബി അന്ന് വരാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് മഹാനായ ശംസുല്ലുലമായി കെ അബൂബക്കർ മുസ്ലിയാർ സമസ്തന്റെ സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹം കത്തയച്ചു. അബ്ദുല്ലാ കുലൈബി ചെയ്ത് നിങ്ങൾ നോക്കൂ. അറബികളെ സംബന്ധിച്ചതിന്റെ ആവശ്യമുണ്ടോ? അറബികളെ സ്ഥിതി പറഞ്ഞാല് ഒരാളെ പറ്റി എന്തെങ്കിലും ഒരു കുത്തിരിപ്പുണ്ടായി കൊടുത്താൽ അറബികൾ അറിയും കുല്ലു ഹറാമി അറിയും. അതാ പൊതുവെ അറബികൾ ചെയ്യാം. കുല്ലു ഹറാമി പോട്ടെ അറിയും. ഓർക്ക് എന്താ കാട്ടേക്ക് ഞങ്കരാന്തിരി അറിഞ്ഞമാതിരി ഓർക്ക് എന്താ പറയും. പക്ഷേ അബ്ദുല്ലാ കുലൈബിനെ കൊണ്ട് അല്ലാഹു തആല ഇവിടെ നന്മ ആഗ്രഹിച്ചിട്ടുണ്ട്, നന്മ വിരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സമസ്തന്റെ സെക്രട്ടറി ശംസുലുലമായി കെ അബൂബക്കർ മുസ്ലിയാർക്ക് അബ്ദുല്ലാ കുലൈബി കത്തയച്ചു. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരന്റെ അമീനായ വക്കീലാണ്. അദ്ദേഹം ഒരിക്കലും പണാഭായം നടത്തിയിട്ടില്ല.
എനിക്ക് അദ്ദേഹം കണക്ക് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ മാത്രമേ അദ്ദേഹം പണം ചെലവാക്കിയിട്ടുള്ളൂ. ഇല്ലാത്ത പുരാതി പറഞ്ഞ് ദീനീ ഖാദിമിനെ തളർത്തരുത് എന്ന് എഴുതി അദ്ദേഹം കത്ത് പോസ്റ്റ് ചെയ്തു. ആ കത്ത് കിട്ടിയപ്പോ മാത്രം ശംസുലുലമ മുശാവറ വിളിച്ചു കൂട്ടി. ശംസുലുലമ അതുവരെ എന്തെല്ലാം പ്രശ്നങ്ങൾ നടന്നു. പത്രത്തിൽ നിത്യം വാർത്ത, കാന്തപുരം കട്ടു ഒരു ഭാഗത്ത് തിരുത്തു വരുന്നില്ല. എങ്ങനെയാ തിരുത്തുക? ഇപ്പൊ കാന്തപുരം ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? തെളിവ് വേണ്ടേ? അവസാന അബ്ദുല്ലാ കുലൈബിയുടെ കത്ത് ഈക്കക്ക് കിട്ടിയപ്പോ ഈക്ക നേരെ വാഴക്കാട്ട് ചെന്നു. ശംസുൽ മഹാനായ റയീസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് സാധാരണ ഗതിയിൽ യോഗത്തിന് വരാറില്ല. പ്രായാധിക്യം കൊണ്ട് യോഗത്തിന് വരാറില്ല. വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ വരുത്താറുള്ളൂ. യോഗം നിയന്ത്രിക്കലൊക്കെ ഉള്ള ആൾ തങ്ങളെ പാപ്പയാണ്. പക്ഷെ ഇതങ്ങനെയല്ലല്ലോ. ശംസുലുലമ വാഴക്കാട്ട് പോയി ഈ കത്ത് കാണിച്ചു കൊടുത്തു. അബ്ദുല്ലാ കുലൈബി എനിക്ക് കത്തയച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ തന്നെ മുശാവറ അധ്യക്ഷം വഹിച്ചുകൊണ്ട് ഈ നുണ പറയുന്നവരെ പിടിച്ചു കെട്ടണം. അങ്ങനെ കണ്ണിയത്ത് ഉസ്താദ് ഞാൻ വരാന്ന് പറഞ്ഞു. കണ്ണിയത്ത് ഉസ്താദ് മറക്കാതെ യോഗത്തിൽ എത്താൻ വേണ്ടി ഈക്കെ താജുലുലമയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, തങ്ങളെ നിങ്ങൾ നേരത്തെ വരുമോ? കരുവന്തിരുത്തിലുണ്ടോ? ആണ്ട്. എന്നാ നിങ്ങൾ എന്ത് ചെയ്യണം? രാവിലെ വാഴക്കാട്ട് പോയി കണ്ണിയത്തിനെയും കൂട്ടോകത്തിന് വരണം. ശംസുലുലമല്ല സഹായാണ്. അങ്ങനെ മുശാവറ ചേർന്നു. ആ യോഗത്തിൽ കത്ത് ഈക്ക പൊട്ടിച്ചു. കണ്ണിയത്തിന്റെ കയ്യിൽ കൊടുത്തു. കണ്ണിയത്ത് ഈക്കയെ കൊണ്ട് കത്ത് വാപ്പിച്ചു. അതിൽ പറഞ്ഞത് എന്റെ അമീനായ വക്കീലാണ് കാന്ത് ഷെയ്ഖ് അബൂബക്കർ എന്നാണ്. അതോടുകൂടെ കണ്ണിയത്ത് ഇരിപ്പടത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് ഇതിന് കൂട്ടുനിന്ന മലപ്പുറത്തെ ചില മൊയ്ലിയാമാരെ വായടപ്പൻ മറുപടി നിലക്ക് മുഖത്ത് നോക്കി പറഞ്ഞു, എടാ ഫിത്തനയും ഫസാദും ഉണ്ടാക്കണ്ടോ, പടച്ചോ നിങ്ങളെ സൃഷ്ടിക്കും, ഓർമ്മ വെച്ചോളൂ എന്ന് പറഞ്ഞ അദ്ദേഹം ആ വലിയ മുസീബത്തിൽ നിന്ന് കേരളത്തിലെ ജനങ്ങളെ രക്ഷപ്പെടുത്തി. കണ്ണിയത്തിന്റെയും ഈക്കയുടെയും